ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ മുമ്പേ കൂട്ടി പ്രവചിക്കുകയും ആ പ്രവചിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ കൃത്യമായി നടക്കുകയും ഒക്കെ ചെയ്താലും ആ പ്രവാചകൻ നിന്നെ വേദപുസ്തകത്തിലെ ദൈവത്തിങ്കലേക്കല്ല കൊണ്ടുപോകുന്നതെങ്കിൽ വിശ്വസിക്കരുത്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, ദൈവത്തിൻ്റെ പ്രവാചകന്മാർക്ക് ചിലപ്പോൾ മാനുഷികമായൊരു ദൂത് പറഞ്ഞ് തെറ്റു പറ്റാം എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ വായിച്ചത്. അവർക്ക് ചിലപ്പോൾ മാനുഷികമായി മുമ്പിലിരിക്കുന്ന ആൾക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടി മാനുഷികമായൊരു ദൂത് പറഞ്ഞെന്ന് വരാം. പക്ഷേ അവൻ ദൈവത്തിൻ്റെ പ്രവാചകനാണെങ്കിൽ 24 മണിക്കൂർ മുമ്പ് അത് തിരുത്തി പറഞ്ഞിരിക്കും. ഒരു പുതിയ വർഷത്തിലേക്ക് ദൈവജനം പ്രവേശിക്കുമ്പം നീ ചത്തുപോവാടാ എന്ന് പറയുന്നതിനേക്കാളും ജനങ്ങളുടെ മനസ്സിനൊരു സമാധാനം സന്തോഷം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചു ഞാൻ എൻ്റെ മാനുഷിക ചിന്തയിൽ അത് പറഞ്ഞതാണ്. ദൈവജനം ആ വിഷയത്തിൽ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മഹത്വം കൂടത്തതേ ഉള്ളൂ, ദൈവം ശുശ്രൂഷയെ മാനിക്കത്തേ ഉള്ളൂ. തല്ലിക്കൊന്ന ഇവന്മാർ തിരുത്തി പറയുകയില്ല. ഈ കള്ളന്മാരെല്ലാം ഭയങ്കര ഐക്യതയാണ്. ഒരു ന്യൂ ജനറേഷൻ്റെ മീറ്റിങ്ങിൻ്റെ ബോർഡ് നോക്കിയാൽ സകല കള്ളന്മാരും ആ പോസ്റ്ററിൻ്റെ അകത്ത് കാണും. അതിനകത്ത് കാണും. അവർക്ക് ഒരു തമ്മിത്തല്ലില്ല, ഒരു വിഷയമില്ല, ഒരു വഴക്കുമില്ല. എന്തൊക്കെ സംഭവിച്ചാലും കള്ളപ്രവാചകന്മാർ ഒരുമിച്ച് നിൽക്കും. ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്ത പ്രവചനം പറഞ്ഞാൽ എന്ത് കിട്ടും? ചകിട്ടത്തിട്ട് അടി കിട്ടും. ഉടായ്പ് പറഞ്ഞാൽ എന്ത് കിട്ടും? കിഴി കിട്ടും. ഏത് വേണം? സ്തോത്രം. രാജാവിൻ്റെ മനസ്സിന് ഇച്ചിരി സന്തോഷം തോന്നി അങ്ങ് പോയി ചാകട്ടെ എന്ന് വിചാരിച്ച് ഒരു കള്ളം പറഞ്ഞു വിട്ടാൽ കിഴിയും പാരിതോഷങ്ങളും പോകാൻ നേരം നല്ല വലിയ പെട്ടിയൊക്കെ മേടിച്ച് സാധനങ്ങളൊക്കെ കൊടുത്ത്, ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞാൽ പ്രവാചകൻ വന്ന് അത്തള പുത്തള തവളാച്ചിന്ന് എന്ത് ദൂത് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും? എല്ലാം കെട്ടിപ്പൊതിഞ്ഞ് വലിച്ചു വാരി നമ്മൾ ഭയങ്കര സന്തോഷത്തോടൊക്കെ കൊടുത്തു വിടും. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് അതുപോലെ പറഞ്ഞാൽ നമ്മൾ ജഗട്ടത്തിട്ട് അടി നേരിട്ട് കൊടുത്തില്ലെങ്കിലും മനസ്സിലെങ്കിലും കൊടുക്കും. മനുഷ്യൻ ഇങ്ങനെയാന്നേ. ദൈവത്തിൻ്റെ ആലോചന ഒന്നും ആർക്കും വേണ്ട. തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമൊന്നും ആർക്കും വേണ്ട. ഇതൊന്നും മനുഷ്യൻ്റെ തലയിൽ കയറുന്നില്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കി. ദാവീദ് ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കും കാലം യഹോവയുടെ നിയമപ്പെട്ടകം തിരശീലയ്ക്ക് പിന്നിലിരുന്നു, അല്ലേ? ഇപ്പോൾ ദാവീദിന് കിടന്നിട്ട് ദേവദാരു കൊണ്ടുള്ള കട്ടിലേക്ക് കിടന്നിച്ച് പുള്ളിക്ക് ഉറക്കം വരുന്നില്ല. എന്താ? പുള്ളി നല്ല സെറ്റപ്പിൽ കിടക്കുന്നു, യഹോവയുടെ പെട്ടകം കർട്ടൻ്റെ പുറകിൽ ഇരിക്കുന്നു. അപ്പോൾ പുള്ളിക്കൊരാഗ്രഹം, ശരി നമ്മൾ ഇത്രയും നല്ല വീട്ടിലൊക്കെ താമസിക്കുമ്പോൾ സഭ ഇങ്ങനെ, ഇപ്പോഴത്തെ ഭാഷയിൽ സഭ ഇങ്ങനെ കിടക്കും, അങ്ങനെ ഒരു വിഷമം. അപ്പോൾ ഉടനെ പുള്ളി ഉടനെ ആരെ വിളിച്ചു? നാഥാൻ പ്രവാചകനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ യഹോവയ്ക്കൊരാലയം പണിയട്ടെ എന്ന്. കേൾക്കേണ്ട താമസം പ്രവാചകൻ പറഞ്ഞു, ധൈര്യമായിട്ട് പണിഞ്ഞോ, യഹോവയുടെ കൈ അങ്ങയുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ദാവീദ് സുഖമായിട്ട് ഉറങ്ങി. അന്ന് രാത്രി ആരുടെ ഉറക്കം പോയി? വായിച്ചിട്ടില്ലേ? 12-ാം അധ്യായത്തിൽ ദിനവൃത്താന്തം 12. ഞാൻ അധ്യായം കറക്റ്റ് ഓർക്കുന്നില്ലല്ലോ. 17 1 ദിനവൃത്താന്തം 17 വായിച്ചോ. ദാവീദ് തന്റെ അരമനയിൽ വസിച്ചിരിക്കും കാലം ഒരു നാൾ നാഥാൻ പ്രവാചകൻ, ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു, യഹോവയുടെ നിയമപ്പെട്ടകമോ തിരശീലകൾക്കു കീഴെ ഇരിക്കുന്നു. നാഥാൻ ദാവീദിനോട്, നിന്റെ താല്പര്യം പോലെയൊക്കെയും ചെയ്താലും യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. ആണ്ടോ? അപ്പൊ ദാവീദിന് സ്വസ്ഥമായി, ദാവീദ് സമാധാനമായി ഉറങ്ങി. അന്ന് അടുത്ത വാക്ക് നോക്കി. അന്ന് രാത്രി നാഥാന് ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ, നീ ചെന്ന് എന്റെ ദാസനായ ദാവീദിനോട് പറക, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എനിക്ക് വസിപ്പാനുള്ള ആലയം പണിയേണ്ടത് നീയല്ല. മതി, നിക്കട്ടെ. ആദ്യം ദൂത് പറഞ്ഞു, ദൂത് കേട്ടവൻ സമാധാനമായിട്ട് ഉറങ്ങി. പക്ഷെ പറഞ്ഞവന് സ്വർഗ്ഗം ഉറക്കം കൊടുത്തില്ല. അന്ന് രാത്രി ഇടപെട്ടിട്ട് പറഞ്ഞു, പോയി മാറ്റി പറയടാന്ന്. മനസ്സിലായോ? അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, ദൈവത്തിൻ്റെ പ്രവാചകന്മാർക്ക് ചിലപ്പോൾ മാനുഷികമായൊരു ദൂത് പറഞ്ഞ് തെറ്റു പറ്റാം എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ വായിച്ചത്. അവർക്ക് ചിലപ്പോൾ മാനുഷികമായി മുമ്പിലിരിക്കുന്ന ആൾക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടി മാനുഷികമായൊരു ദൂത് പറഞ്ഞെന്ന് വരാം. പക്ഷേ അവൻ ദൈവത്തിൻ്റെ പ്രവാചകനാണെങ്കിൽ 24 മണിക്കൂർ മുമ്പ് അത് തിരുത്തി പറഞ്ഞിരിക്കും. ഇവിടെയാണ് നമ്മൾ പലരെയും വിമർശിക്കുന്നത്. ഒരുത്തൻ നാട് ലോകം മൊത്തം കേൾക്കെ പറഞ്ഞു, 2020 ഫ്ലർഷിങ്ങിൻ്റെ ദിവസമാണ്. ഫ്ലർഷിങ്, തളിർക്കുകയാണ്. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു തളിർപ്പിലേക്ക് ദൈവം നയിക്കാൻ പോകുന്ന വർഷമാണ് 2021. നാട് മൊത്തം കേൾക്കെ ലൈവിനകത്തൂടെ വിളിച്ചു പോയി. കൊറോണ വന്നിട്ടെല്ലാം വീട്ടിൽ കയറി, തളിർപ്പുമില്ല, പൂക്കലുമില്ല, കായ്ക്കലുമില്ല, എല്ലാം ഉണങ്ങി വീട്ടിൽ കയറി കുറേ എണ്ണം ചത്ത് ലോകത്തു നിന്ന് പോയി. അപ്പം ഒരു തെറ്റ് അദ്ദേഹത്തിന് പറ്റാം. പക്ഷെ വിമർശനം വന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഞാനത് ഒരു പുതിയ വർഷത്തിലേക്ക് ദൈവജനം പ്രവേശിക്കുമ്പം നീ ചത്തുപോവാടാ എന്ന് പറയുന്നതിനേക്കാളും
ജനങ്ങളുടെ മനസ്സിനൊരു സമാധാനം സന്തോഷം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചു ഞാൻ എൻ്റെ മാനുഷിക ചിന്തയിൽ അത് പറഞ്ഞതാണ്. ദൈവജനം ആ വിഷയത്തിൽ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മഹത്വം കൂടത്തതേ ഉള്ളൂ, ദൈവം ശുശ്രൂഷയെ മാനിക്കത്തേ ഉള്ളൂ. തല്ലിക്കൊന്ന ഇവന്മാർ തിരുത്തി പറയുകയില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇവരൊന്നും ദൈവത്തിൻ്റെ പ്രവാചകന്മാരല്ല എന്ന് ഷമീർ കൊല്ലം പറയുന്നത്. തെറ്റുപറ്റാം, പറയണം, തിരുത്തി പറയൂല. പകരം പറഞ്ഞെന്നറിയോ, 2020 ഈ ജനത്തോട് ഞാൻ എന്ത് പറയണം കർത്താവേ എന്ന് ചോദിച്ച് ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ധ്യാനിച്ചിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ മുറിയിലിറങ്ങി വന്ന് പറഞ്ഞു, തളിർപ്പിൻ്റെ ഇമാതിരി തള്ളുന്നവന് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, വിമർശിക്കേണ്ടി വരുന്നത്. അപ്പോൾ തെറ്റുപറ്റാം, അതൊന്നും ആരും എല്ലാം തികഞ്ഞവരൊന്നും അല്ല. പക്ഷേ എന്ത് ചെയ്യണം, അതെൻ്റെ മാനുഷിക ബുദ്ധിയിൽ ഞാൻ പറഞ്ഞതാണെന്നൊരു വാക്ക് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സന്നിധിയിലും മനുഷ്യരുടെ മുമ്പിലും മഹത്വം കൂടത്തതേ ഉള്ളൂ. ഒരിക്കലും അത് അപമാനമല്ല, അതൊരു ക്വാളിറ്റിയാണ്. പ്രൈസലോ. അപ്പോൾ നാഥാനോട് പറഞ്ഞു പോയി പറയണമെന്ന് പറഞ്ഞു, തിരിച്ച് നാഥാൻ പോയി പറഞ്ഞു അതേ അധ്യായത്തിൽ. മനസ്സിലായോ? അപ്പം ഒരു തെളിവിന് വേണ്ടി ഒന്ന് എടുത്തതേ ഉള്ളൂ. 400 എണ്ണം അവിടെ പ്രവചിച്ചുകൊണ്ട് നിൽക്കുക. വായിച്ചോ. ദിനവൃത്താന്തത്തിലേക്ക് തിരിച്ചു പോവാം. പ്രവാചകന്മാരൊക്കെയും അങ്ങനെ തന്നെ പ്രവചിച്ചു. ഗിലെയാദിലെ രാമോത്തിലേക്ക് പുറപ്പെടുക, നീ കൃതാർത്ഥനാകും, യഹോവ അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും, ധൈര്യമായിട്ട് യുദ്ധത്തിന് പൊക്കളാൻ പറഞ്ഞു. 400 എണ്ണം. മീഖായാവേ, വിളിപ്പാൻ പോയ ദൂതൻ അവനോട്. ഇവിടെയാണ് അടുത്ത കളി. ദൈവത്തിന്റെ പ്രവാചകനെ വിളിക്കാൻ പോയ ദൂതൻ പ്രവാചകനോട് പറയാണെന്ന് വായിച്ചേ. നോക്കൂ, പ്രവാചകന്മാരുടെ വാക്കുകൾ ഒരുപോലെ രാജാവിന് ഗുണമായിരിക്കുന്നു, നിന്റെ വാക്കും അവരിൽ ഒരുത്തിൻ്റെത് പോലെ ഇരിക്കട്ടെ, നീയും ഗുണമായി പറയണമേ എന്ന് പറഞ്ഞു. നോക്ക്, ഈ വിളിക്കാൻ പോയവൻ ചെന്നിട്ട് പറയാതെ, ഞങ്ങൾ കുറച്ച് പ്രവാചകന്മാർ അഡ്ജസ്റ്റ് ചെയ്ത് പ്രവചിച്ച് വെച്ചിട്ടുണ്ട്, പുള്ളി നല്ല ഇഷ്ടപ്പെട്ട് സന്തോഷമായിട്ടിരിക്കുക, നീ ആട്ടി ചെന്ന് കുളമാക്കരുത്, നീയും കൂടെ ഞങ്ങൾ പറഞ്ഞ പോലെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പറഞ്ഞേക്കണം, നല്ല കിഴി അപ്പോൾ നോക്ക, എല്ലാവരും ഒരു അഡ്ജസ്റ്റ്മെൻറ്റാ. ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കിക്കോണം, ഈ കള്ളപ്രവാചകന്മാർ തമ്മിലെല്ലാം ഭയങ്കര കൂട്ടാ. നിങ്ങളെപ്പോഴും മനസ്സിലാക്കിക്കോണം. എനിക്കൊരു വിഷമവും കൂടെ ആ കൂട്ടത്തിൽ പറയാനുണ്ട്. ഈ കള്ളന്മാരെല്ലാം ഭയങ്കര ഐക്യതയാണ്. ഒരു ന്യൂ ജനറേഷൻ്റെ മീറ്റിങ്ങിൻ്റെ ബോർഡ് നോക്കിയാൽ സകല കള്ളന്മാരും ആ പോസ്റ്ററിൻ്റെ അകത്ത് കാണും. അതിനകത്ത് കാണും. അവർക്ക് ഒരു തമ്മിത്തല്ലില്ല, ഒരു വിഷയമില്ല, ഒരു വഴക്കുമില്ല. പക്ഷേ ഒരു സങ്കടം എന്താ പറയുക, ഈ ഉപദേശത്തിൽ നിൽക്കുന്ന ദൈവദാസന്മാർ തമ്മിൽ യാതൊരു ഐക്യവും ഇല്ല. ഒരുത്തൻ ഇവിടെ കൺവെൻഷൻ വെച്ചാൽ ആ ഡേറ്റ് അപ്പുറത്ത് ഉപവാസം വെക്കും. എന്ത് ചെയ്യും, അവിടുന്ന് ഒരുത്തൻ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി. അമ്മാതിരി ഐക്യമാണ്. ഉപദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ പാരമ്പര്യ IPCAG ചർച്ച് ഓഫ് ഗോഡ് ഷാരോണൊക്കെയാണ്. പക്ഷേ ചില സമയത്ത് ഇസബേലിൻ്റെ ആത്മാവ് കയറും. അതെന്തോ ഇസബേലിൻ്റെ ആത്മാവെന്ന് ഞാൻ പറയാൻ കാര്യം, ഇസബേൽ ഒരിക്കലും ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. എന്തിനാ? ദൈവത്തോടുള്ള അമിത സ്നേഹം കൊണ്ട് എനിക്ക് ഉപവസിച്ചേ പറ്റൂ എന്നുള്ള കൊതി കൊണ്ടാണോ? അല്ല, മറ്റവന് പണി കിട്ടാൻ വേണ്ടി 3 ദിവസം ഉപവസിച്ചു. അതുപോലെ ആത്മാവാണ് ഇന്ന് പല ചർച്ചുകളിലും. ഇപ്പുറത്ത് യോഗം നടക്കുമ്പോൾ അപ്പുറത്ത് ഉപവാസം വെക്കുക. അതാ ഞാൻ പറഞ്ഞ ഇസബേലിൻ്റെ ആത്മാവ്. അപ്പോൾ ഈ കള്ളന്മാർ തമ്മിൽ ഭയങ്കര ഐക്യതയാ. എന്തൊക്കെ സംഭവിച്ചാലും കള്ളപ്രവാചകന്മാർ ഒരുമിച്ച് നിൽക്കും. ഈ 400 എണ്ണം ഒരുപോലെ നിന്നിട്ട് ഒരുത്തൻ ഒറ്റയ്ക്ക് അപ്പുറത്തേക്ക് അവനോട് പറഞ്ഞു, ഒരു വിധത്തിൽ ഞങ്ങൾ രാജാവിനെ അഡ്ജസ്റ്റ് ചെയ്ത് സുഖിപ്പിച്ച് നിർത്തേക്കുക, നീയും കൂടെ കയറ്റി അടിച്ചോ, നമുക്ക് കിട്ടുന്ന കിഴി ഒരുമിച്ച് പങ്കുവെച്ചെടുക്കാന്നൊക്കെ പറഞ്ഞ ഇവനെ വിളിച്ചോണ്ട് വരുന്നത് കേട്ടോണേ, ഗുണമായി പറയണേന്ന്. അടുത്തത്, അതിന് മീഖായാവ്, യഹോവയാണ് എന്റെ ദൈവം അരുളി ചെയ്യുന്നത് തന്നെ ഞാൻ പ്രസ്താവിക്കുമെന്ന് പറഞ്ഞു. ഇതൊന്ന് കിഴിയുടെ വലിപ്പമൊന്നും കണ്ട് പുള്ളി കുലുങ്ങുന്നില്ല. പുള്ളി പറഞ്ഞു, എന്റെ ദൈവം എന്നോട് പറയുന്നത് ഞാൻ എന്ത് ചെയ്യും, പറയുമെന്ന് പറഞ്ഞാ പോന്നെ. അടുത്തത്, അവൻ രാജാവിന്റെ അടുക്കൽ വന്നപ്പോൾ രാജാവ് അവനോട്, മീഖായാവേ, ഞങ്ങൾ ഗിലെയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകുകയോ പോകാതിരിക്കുകയോ എന്തു വേണ്ടു എന്ന് ചോദിച്ചു. അടുത്തത്, അതിന് അവൻ, പുറപ്പെടുവീൻ, നിങ്ങൾ കൃതാർത്ഥരാകും, അവർ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞു. അപ്പൊ നോക്കെ, മറ്റവന്മാരെല്ലാം പറഞ്ഞ പോലെ ഈ പുള്ളി എന്ത് ചെയ്തു, ഞാനായിട്ടൊരു യുദ്ധം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് പുള്ളി പറഞ്ഞു, പൊക്കോ, ധൈര്യമായിട്ട് പൊക്കോ രാജാവേ, കുഴപ്പമൊന്നുമില്ല, ഈ 400 എണ്ണം അവിടെ പറഞ്ഞിരിക്കുന്നിടത്ത് ഇനി ഇങ്ങേരി ഒന്ന് കുളവാക്കണ്ടെന്ന് വിചാരിച്ചു പറഞ്ഞു. ഉടനെ മറ്റേ പുള്ളി സമ്മതിക്കത്തില്ല. അടുത്ത വാക്ക്, രാജാവ് അവനോട്, നീ യഹോവയുടെ നാമത്തിൽ സത്യമല്ലാതെ യാതൊന്നും എന്നോട് പറയരുതെന്ന് എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് സത്യം ചെയ്തു പറയണമെന്ന് ചോദിച്ചു. പുള്ളി കേൾക്കുകയല്ല. പുള്ളിക്ക് ഇപ്പൊ സത്യം തന്നെ എന്ത് ചെയ്യണം, കേൾക്കണം. എന്നാ പിന്നെ കേട്ടോട്ടെ വിചാരിച്ചു. വായിച്ചോ. അതിനവൻ, ഇടയനില്ലാത്ത ആടുകളെ പോലെ ഇസ്രായേലൊക്കെയും പർവ്വതങ്ങളിൽ ചിതറിയിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ യഹോവ, ഇവർക്ക് നാഥനില്ല, രാജാവ് നഷ്ടപ്പെടാൻ പോകുന്നു, ഇവർക്ക് നാഥനില്ല, ഇവർ ഓരോരുത്തൻ താൻ താന്റെ വീട്ടിലേക്ക് സമാധാനത്തെ മടങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിച്ചു എന്ന്
പറഞ്ഞു. ആമേൻ. വായിക്കോ. അപ്പോൾ ഇസ്രായേൽ രാജാവ് യഹോശാഫാത്തിനോട്, ഞാൻ അന്നേരം പറഞ്ഞില്ലേ ഇവനെ വിളിക്കരുതെന്ന്? ഇവൻ എന്നെ കുറിച്ച് ദോഷമല്ലാതെ ഗുണം പ്രവചിക്കയില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അന്നേരം നിന്റെ അടുത്ത് പറഞ്ഞില്ലേ ഇവനെ വിളിക്കല്ലെന്ന്? കണ്ട, ഇത് തന്നെ ഇപ്പോഴും നമ്മുടെ പാസ്റ്റർമാരും പറയുന്നത്, അങ്ങേരെ വിളിക്കല്ലോ എന്ന് ഞാൻ അന്നേരം. ദൈവത്തിന്റെ അരുളപ്പാട് ആയതുപോലെ അറിയിക്കുന്നവൻ എന്ത് ചെയ്യരുത്? വിളിക്കരുത്. വിളിച്ചാൽ ആകെ പ്രശ്നമാ. വിളിക്കരുതെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു. പോട്ടെ, 22-ാം വാക്യത്തിലെത്തി. എന്ത് സംഭവിച്ചെന്നും കൂടെ ഒന്ന് വായിച്ചു. നമുക്ക് ഇനി ഒത്തിരി വിഷയം ചിന്തിക്കാനുണ്ട്. യഹോവ ഭോഷ്കിന്റെ ആത്മാവിനെ നിന്റെ ഈ പ്രവാചകന്മാരുടെ വായിൽ കൊടുത്തിരിക്കുന്നു. യഹോവ നിന്നെ കുറിച്ച് അനർത്ഥം കൽപ്പിച്ചുമിരിക്കുന്നു. ആണത്തോടെ നിന്നിട്ട് പറഞ്ഞു, ഈ നിരന്ന് നിൽക്കുന്ന 400 എണ്ണം കള്ളപ്രവാചകന്മാരാന്ന് പറഞ്ഞു. മനസ്സിലായോ? ഈ നിരന്ന് നിൽക്കുന്ന 400 എണ്ണവും കള്ളപ്രവാചകന്മാരാ. ഇവന്മാരുടെ അകത്തിരിക്കുന്നത് ഭോഷ്കിന്റെ ആത്മാവാണ് എന്ന് തന്റെ ഇടത്തോടെ രാജാവിന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞു. അടുത്ത വാക്ക്. അപ്പോ കെനയനയുടെ മകനായ സിദെക്കിയാവ് അടുത്ത് ചെന്ന് മീഖായാവെ ആ ചെകിട്ടത്ത് അടിച്ചു. കണ്ടോ? അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് കൊടുത്ത പ്രവചനം പറഞ്ഞാൽ എന്ത് കിട്ടും? ചെകിട്ടത്തിട്ട് അടി കിട്ടും. ഉടായ്പ പറഞ്ഞാൽ എന്ത് കിട്ടും? കിഴി കിട്ടും. ഏത് വേണം? സ്തോത്രം. രാജാവിന്റെ മനസ്സിന് ഇച്ചിരി സന്തോഷം തോന്നി അങ്ങ് പോയി ചാകട്ടെ എന്ന് വിചാരിച്ച് ഒരു കള്ളം പറഞ്ഞു വിട്ടാൽ കിഴിയും പാരിതോഷങ്ങളും പോകാൻ നേരം നല്ല വലിയ പെട്ടിയൊക്കെ മേടിച്ച് സാധനങ്ങളൊക്കെ കൊടുത്ത്, ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞാൽ പ്രവാചകൻ വന്ന് അത്തള പുത്തള തവളാച്ചിന്ന് എന്ത് ദൂത് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും? എല്ലാം കെട്ടി പൊതിഞ്ഞ് വലിച്ചു വാരി നമ്മൾ ഭയങ്കര സന്തോഷത്തോടൊക്കെ കൊടുത്തു വിടും. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് അതുപോലെ പറഞ്ഞാൽ നമ്മൾ ചെകിട്ടത്തിട്ട് അടി നേരിട്ട് കൊടുത്തില്ലെങ്കിലും മനസ്സിലെങ്കിലും കൊടുക്കും. മനുഷ്യൻ ഇങ്ങനെയാന്നേ. ദൈവത്തിൻ്റെ ആലോചന ഒന്നും ആർക്കും വേണ്ട. തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമൊന്നും ആർക്കും വേണ്ട. ഇതൊന്നും മനുഷ്യൻ്റെ തലയിൽ കയറുന്നില്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിലോ എത്ര കൃത്യമായിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകത്തൊരു വള്ളി പുള്ളി സ്വന്തം വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. എന്നിട്ട് പറയാ, ചെകിട്ടത്തടിച്ചിട്ട് ചോദിക്കുക, നിന്നോട് സംസാരിക്കാൻ യഹോവയുടെ ആത്മാവ് എന്നെ വിട്ട് ഏത് വഴിയായി കടന്നു വന്നു? ഞങ്ങളോടൊന്നും ഇടപെടാതെ ഈ ആത്മാവ് നിന്നോടെങ്ങനാണ് ഇടപെട്ടെന്നും ചോദിച്ചാണ് അവന്റെ ചെകിട്ടത്ത് അടിച്ചത്. അപ്പൊ യിരെമ്യാ പ്രവാചകൻ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞ ആ സിംറ്റംസ് ഇവിടെ കറക്റ്റായോ? എൻ്റെ പ്രവാചകനാണെങ്കിൽ നിങ്ങളുടെ ആകാത്ത വഴിയും നിങ്ങളുടെ പ്രവൃത്തിയുടെ ദോഷങ്ങളിൽ നിന്നെല്ലാം നിങ്ങളെ തിരിപ്പിച്ച് ദൈവത്തിങ്കലേക്ക് കൊണ്ടുവരും. എന്നാൽ കള്ളപ്രവാചകനാണെങ്കിൽ നിങ്ങളെ ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂത് പറഞ്ഞ് നിങ്ങളെ സന്തോഷിപ്പിക്കും. ഇപ്പോൾ ഏകദേശം ഒരു ക്ലാരിറ്റി വന്നു. പ്രവാചകൻ ദൈവത്തിൽ നിന്നുള്ളത് ആരായിരിക്കും, എന്തായിരിക്കും എന്നുള്ളത്. ഇനി ഒരു ഭാഗവും കൂടെ പഴയ നിയമത്തിൽ നിന്ന് ചിന്തിച്ചേച്ച് നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരാം. ആവർത്തന പുസ്തകം 13:1 മുതൽ. ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടപ്പീൻ. അതിനോട് കൂട്ടരുത്, അതിൽ നിന്ന് കുറയ്ക്കുകയും കുറയ്ക്കരുത്. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളെ നാം ചെന്ന് സേവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടയാളമോ, ഈ പദം ശ്രദ്ധിച്ചു കേട്ടോണം, ഒരടയാളമോ അത്ഭുതമോ മുമ്പേ അറിയിക്കുകയും അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ, സംഭവിക്കത്തില്ലെന്നല്ല സംഭവിക്കുകയും ചെയ്താൽ ആ പ്രവാചകന്റെയോ സ്വപ്നക്കാരന്റെയോ വാക്ക് നീ കേട്ടനുസരിക്കരുത്. സംഭവിച്ചാലും അനുസരിക്കരുതെന്ന്. അയ്യോ പാസ്റ്ററെ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചെന്ന്, എന്നാലും അനുസരിക്കരുത്. മനസ്സിലായോ? അങ്ങനല്ലേ എഴുതിയേക്കുന്നേ. ഇപ്പം നമ്മളെല്ലാം എടുത്തു വെക്കുന്നൊരു മാനദണ്ഡം ഇതാ, പറഞ്ഞതുപോലെ നടന്നു. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുമ്പം തത്തയും കൊണ്ട് ഒരുത്തം വന്നിട്ട് എന്നോട് ഈ കണക്ക് പറയുമായിരുന്നു, മകനെ നീ ഇങ്ങനെ ആകും. ഏറെക്കുറെ ചിലതൊക്കെ നടന്നിട്ടുണ്ട്, ചിലതൊക്കെ കറക്കിക്കുത്തായിരുന്നു. അതുകൊണ്ട് അവനിൽ ദൈവത്തിൻ്റെ ആത്മാവാണോ? അല്ല. പൗലോസും ശീലാസും പോയ വഴിക്ക് പിറകെ വന്നൊരമ്മച്ചി, ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കാൻ വന്നവരാണ് എന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ ആത്മാവായിരുന്നോ? പറഞ്ഞ ദൂത് വള്ളി പുള്ളി വിടാതെ സത്യം. പൗലോസിനെ മുമ്പ് കണ്ടിട്ടില്ല, നേരത്തെ കൂട്ടി കരുതി കൂട്ടിയതൊന്നും വെച്ച ദൂതല്ല. പക്ഷേ പറഞ്ഞ ആൾ ദൂതനല്ല, ഭൂതമാണെന്ന് പരിശുദ്ധാത്മാവ് തിരിച്ചറിഞ്ഞു ശാസിച്ചു.
ഇനി ഇവിടെ പറയുന്ന കോണ്ടെക്സ്റ്റ് എന്താണെന്ന് കൂടെ നമ്മൾ പഠിക്കണം. 13-ാം അധ്യായം 1-ാം വാക്യം വീണ്ടും നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടപ്പിന് അതിനോട് കൂട്ടരുത്, അതിൽ നിന്ന് കുറയ്ക്കരുത്. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് നീ അറിഞ്ഞിട്ടില്ലാത്ത, അപ്പൊ ഇതാണ് പോയിന്റ്, നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ നാം ചെന്ന് സേവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുക, അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ നീ അവന്റെ വാക്ക് വിശ്വസിക്കരുത്. അപ്പൊ അതിന് പറഞ്ഞ മാനദണ്ഡം എന്താ? ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ മുമ്പേ കൂട്ടി പ്രവചിക്കുകയും ആ പ്രവചിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ കൃത്യമായി നടക്കുകയും ഒക്കെ ചെയ്താലും ആ പ്രവാചകൻ നിന്നെ വേദപുസ്തകത്തിലെ ദൈവത്തിങ്കലേക്കല്ല കൊണ്ടുപോകുന്നതെങ്കിൽ വിശ്വസിക്കരുത് എന്നാണ് ഈ അധ്യായത്തിൻ്റെ കോണ്ടെക്സ്റ്റ്. റൈറ്റ്? അപ്പം നിങ്ങൾ വിചാരിക്കും അപ്പം സമാധാനമായി. തീർന്നില്ല. അപ്പം നമ്മൾ ചിന്തിച്ചോണം, ദൈവവചനത്തിന് വിപരീതമായ ഉപദേശങ്ങളും ദുരുപദേശങ്ങളും പഠിപ്പിക്കുന്ന ഒരുത്തൻ ഈ പുസ്തകത്തിലെ ദൈവത്തിൻ്റെ അടുക്കലേക്കാണോ ജനത്തെ നയിക്കുന്നത്? അല്ല. അപ്പോൾ ഒരുത്തൻ്റെ പ്രവചനം അത് സംഭവിച്ചാലും സംഭവിച്ചില്ലേലും അത് വിശ്വസിക്കുന്നതിൻ്റെ മാനദണ്ഡം ഈ പുസ്തകത്തിലെ ഉപദേശമാണോ അവൻ പഠിപ്പിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് അവൻ്റെ വായിൽ നിന്ന് വരുന്ന ദൂത് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുന്നതിൻ്റെ മാനദണ്ഡം. ഒരുത്തൻ കൃത്യമായ ദൂതും പ്രവചനവും പറഞ്ഞു, പക്ഷേ വേദപുസ്തകത്തിന് വിരുദ്ധമായ കാര്യം പഠിപ്പിക്കുകയും ചെയ്താൽ അത് ദൈവത്തിൻ്റെ ആത്മാവാകുമോ? ഒരിക്കലും ആകുന്നില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ നാട്ടിൻപുറത്ത് സജിത്ത് കണ്ണൂർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ഇപ്പോൾ അയാൾ കത്തോലിക്കനാണ്, തിരിച്ചുപോയി. ഇദ്ദേഹം പല ആളുകളോടും പല ദൂതുകളും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നേരിട്ടറിയാം. ഒരു കാലത്ത് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ വാ വിളിച്ച് വണ്ടടിച്ചിരുന്ന് കേട്ട ആളാണ് ഞാൻ. അമ്മാതിരി വചനത്തിൻ്റെ പൊരുളുകളെ തിരിച്ചിങ്ങനെ പറയുന്ന, ഞാനെന്നൊക്കെ രക്ഷിക്കപ്പെട്ട സമയമാണ്. ആ സമയത്തൊക്കെ ഈ പയ്യൻ ഇങ്ങനെ പ്രസംഗിക്കുന്നത് കാണുമ്പം നമ്മളിങ്ങനെ രോമാഞ്ചം കൊണ്ടിരുന്നിട്ടുണ്ട്. എത്ര കൃത്യമായിട്ടാണ് വചനത്തിൻ്റെ ഉപദേശങ്ങൾ. സജിത്ത് കണ്ണൂർ, അതുപോലെ തന്നെ ജോൺ ലോറൻസ്, ഇവരെല്ലാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ അതിശയത്തോടെ കണ്ടിട്ടുണ്ട്. പക്ഷെ പിന്നെ 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 അങ്ങോട്ട് പോയപ്പോൾ ഇവർ വചനത്തിൻ്റെ ഉപദേശത്തിൽ നിന്ന് മാറി. ശ്രദ്ധിക്കണം. അപ്പോഴും ഇവർ പറയുന്ന പല പ്രവചനങ്ങളും ടി വിയിലൂടെയൊക്കെ നമ്മളെ ഞെട്ടിക്കുന്നുണ്ട്. പക്ഷെ ഇവർ പഠിപ്പിക്കുന്ന ഉപദേശം ദൈവവചനത്തിന് നേരെ ഓപ്പോസിറ്റുമാണ്. നെയ്യാറ്റിങ്കര മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഒരു കൺവെൻഷൻ നടന്നപ്പോൾ കർത്തൃമേശ കൊടുക്കുന്നു കൺവെൻഷന്. അവിടെ വീഞ്ഞ് തികയാതെ വരുമ്പോൾ പെപ്സി മേടിക്കാൻ പറയുന്നു. അമേരിക്കയിൽ ഫിലദൽഫിയയിൽ ചെന്ന മനുഷ്യൻ അവിടെ പാല് കൊണ്ട് കർത്തൃമേശ നടത്തുന്നു. ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ്. പിന്നെ പഠിപ്പിച്ചെന്താണ്? കർത്തൃമേശ അത്ര വലിയ ഗൗരവത്തോടെ കാണേണ്ടതൊന്നുമില്ല. കർത്തൃമേശ രോഗസൗഖ്യത്തിനുള്ള മരുന്നാണ്. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ അപ്പനും അമ്മയും മക്കളും കൂടെ ഒരുമിച്ച് കൂടി വീട്ടിലിരുന്ന് നുറുക്കി എന്ത് ചെയ്തോണം? കഴിച്ചോണം എന്ന് പഠിപ്പിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് പെന്തിക്കോസുകാർക്ക് കണ്ണു തുറന്നത്. ഇത് പോക്ക് ഡേഞ്ചർ ആണല്ലോ എന്ന്. അപ്പോൾ ഇത് കർത്തൃമേശ രോഗസൗഖ്യത്തിനുള്ളതാണെങ്കിൽ പിന്നെ എളുപ്പമാണ്. ഒരു ഇച്ചിരി അപ്പവും ഇച്ചിരി വീഞ്ഞും കൂടെ ഒരു ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി എല്ലാ മെഡിക്കൽ സ്റ്റോറിലും അങ്ങ് എത്തിച്ചാൽ മതി. അത് മേടിച്ച് കഴിക്കുക രോഗം. അപ്പോൾ പിന്നെ പഠിപ്പിക്കാൻ തുടങ്ങി, ഇത് കഴിക്കുന്നതിന് രക്ഷിക്കപ്പെടുകയോ സ്നാനപ്പെടുകയോ ഒന്നും വേണ്ട, യേശുവിൽ വിശ്വാസമുണ്ടോ, വിശ്വാസമുള്ള ആർക്കും കഴിക്കാമെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തെ കൺവെൻഷനിൽ എന്ത് ചെയ്യുന്നു? ഇത് വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം കൊടുത്തു. മാരായമുട്ടത്തുള്ള ഒരു ഹിന്ദു കുടുംബം ഇത് മേടിച്ച് കഴിച്ചേച്ച് തിരിച്ചു നിന്ന് പോകുന്ന വഴി ഒരു പാസ്റ്റർ കണ്ടേച്ച് പറയാണ്, പാസ്റ്റർ കൺവെൻഷന് പോയില്ലേ എന്ന് ചോദിച്ചു. പാസ്റ്റർ പറഞ്ഞു, ഓ ഞങ്ങൾ അവൻ്റെ കൺവെൻഷനൊന്നും പോകത്തില്ലെന്ന് പറഞ്ഞു. തന്നെ ഞങ്ങൾ പോയി പ്രസാദം കഴിച്ചിട്ട് വരുവാന്ന്. മനസ്സിലായോ? ആ പാവങ്ങൾക്ക് അറിയത്തില്ല. അവർക്ക് യേശു എന്താണോ, യേശുവിൽ വിശ്വാസം ഉണ്ടെന്ന് ചോദിച്ചു, വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു, എന്നാൽ കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അവർ പ്രസാദം. അപ്പോഴും മറുഭാഗത്തെ ആളുകൾ എന്തു പറയുന്നു? എന്തോരം അത്ഭുതങ്ങളാണ് നടക്കുന്നത്, രോഗികളൊക്കെ സൗഖ്യമോ, എന്തോരം ദൂതാ പറയുന്നത്. മറുഭാഗത്ത് വചനത്തിൻ്റെ ഉപദേശത്തിൽ നിന്ന് തെറ്റിക്കൊണ്ടിരിക്കുന്നു. പുസ്തകത്തിലെ ദൈവത്തിങ്കലേക്കല്ല ഈ പഠനം നിന്നെ കൊണ്ടുപോകുന്നത്. അങ്ങനെങ്കിൽ ആ പ്രവചനം ദൈവമക്കൾക്ക് വിശ്വസിക്കാനോ അനുസരിക്കാനോ പാടില്ല. ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് അതാണ്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പഴയ നിയമത്തിൽ നിന്ന് അങ്ങനെ ഒരു ഭാഗം കൂടെ പ്രവചനത്തെക്കുറിച്ച്